കുന്നുമ്മൽ മാമനെ പിള്ളേര് പൊളിച്ചടുക്കിയത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. മാമൻ വന്നിട്ട് പിള്ളേരോട് പറഞ്ഞു, നിങ്ങളെല്ലാം പാറ്റകളാണോ സിംഹങ്ങളാണോ അതോ പുലികളാണോ ദുർഗാദേവിയാണോ എന്നൊക്കെയാണ് ചോദിച്ചത്. പിള്ളേര് കമ എന്നൊരു അക്ഷരം മിണ്ടിയില്ല. അതായത് മലയാള അക്ഷരമാലയിലെ ഒരക്ഷരങ്ങളും മിണ്ടിയില്ല എന്ന് ചുരുക്കം. മൗനം കൊണ്ട് കുന്നുമ്മൽ മാമനെ വലിച്ചു കീറി ഒട്ടിച്ച് വിട്ടു. കുന്നുമ്മൽ മാമന് രാഷ്ട്രീയമുണ്ടാകാം. മാമൻ്റെ രാഷ്ട്രീയം മാമൻ്റെ വീട്ടിൽ പറഞ്ഞാൽ മതി. മാമനിരിക്കുന്ന കസേരയുടെ മഹത്വം മാമന് അറിയില്ലെങ്കിൽ ഇതാണ് ഞങ്ങളുടെ പ്രതിഷേധം. അതാണ് കുട്ടികൾ വിളിച്ച് പറഞ്ഞത്. തീർച്ചയായും ഈ കുട്ടികൾ വളരും. അവർ നാടിൻ്റെ പുതിയ പ്രതീക്ഷകളാണ്. സംഭവം നിങ്ങൾ ഒക്കെ വായിച്ചത് തന്നെ. തിരുവനന്തപുരത്ത് കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലെ SSLC +2 പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ കുട്ടികളെ വി മുരളീധരൻ MLA നേതൃത്വത്തിൽ അവർക്ക് ആദരവ്, അവർക്ക് ഒരു സമ്മാനമൊക്കെ കൊടുക്കാനാണ് വിളിച്ചു വരുത്തിയത്. ഗവർണറും സ്ഥലത്ത് ഉണ്ടായിരുന്നു. ഈ സംഘിമാമൻ വന്ന് ഇങ്ങനെ വിളമ്പുമെന്ന് ഗവർണറും അറിഞ്ഞില്ല, മുരളീധരനും അറിഞ്ഞില്ല. അവർ അന്തം വിട്ട് ഇരിക്കുകയായിരുന്നു. കുറച്ചുകൂടി കടന്ന സംഘിയാണ് നമ്മുടെ ഗവർണറെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അദ്ദേഹവും സദസ്സിൻ്റെ മാന്യത കാണിച്ചു എന്ന് വേണം കരുതാൻ. കാരണം പിള്ളേരൊക്കെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി വളരുന്ന നാടാണ് കേരളം. പ്രത്യേകിച്ച് കഴക്കൂട്ടം എന്നൊക്കെ പറയുമ്പോൾ ഈ മാമൻ കുറച്ചുകൂടി അവധാനത അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ കാണിക്കണമായിരുന്നു. ഏതായാലും കുന്നുമ്മൽ മാമനെ വലിച്ചുകീറി തേച്ചൊട്ടിച്ച സ്ഥിതിക്ക് മറ്റ് സംഘിമാമന്മാരും ഇക്കാര്യങ്ങൾ കണ്ട് പഠിക്കുന്നത് നന്നായിരിക്കും. മാമന് രാഷ്ട്രീയമുണ്ടെങ്കിൽ മാമൻ അത് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. മാമൻ ഇരിക്കുന്ന കസേരയുടെ മഹത്വമെങ്കിലും മാമൻ മനസ്സിലാക്കണം. ഞങ്ങൾ മൗനം കൊണ്ട് മാമനെ ഇതാ വലിച്ച് കീറുകയാണ് എന്ന് പറഞ്ഞ പിള്ളേർക്ക് എൻ്റെ അഭിവാദനങ്ങൾ.